നമസ്കാരം. ഇന്ത്യൻ ജനസംഖ്യയുടെ പകുതിയോളം പേരും കായികാധ്വാനമില്ലാതെ മടിയന്മാരാകുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന. പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് കായികാധ്വാനത്തിൽ ഏർപ്പെടാതിരിക്കുന്നതിൽ മുന്നിലുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജൂൺ 26-നാണ് ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് പുറത്തുവിട്ടത്. ആഗോളതലത്തിൽ 31% പേരാണ് ശാരീരികാധ്വാനത്തിൽ ഏർപ്പെടാതിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇത് 49.4%ആണെന്ന് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ലാൻസെറ്റ് ഗ്ലോബൽ ഹെൽത്ത് ജേണലിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 2000 മുതൽ 2022 വരെ 197 രാജ്യങ്ങളിലായി നടത്തിയ പഠനത്തിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുള്ളത്. ഇന്ത്യയിൽ ശാരീരികാധ്വാനത്തിൽ ഏർപ്പെടാതിരിക്കുന്നവരുടെ എണ്ണം 2000-ൽ 22.3%ആയിരുന്നു. എന്നാൽ 2022 ആയപ്പോഴേക്കും അത് 49.4%ആയി ഉയർന്നെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതേ സ്ഥിതി തുടർന്നാൽ 2030 ആകുമ്പോഴേക്കും രാജ്യത്തെ 59.9% പേരും കായികാധ്വാനമില്ലാത്തതിന്റെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉദാസീനമായ ജീവിതശൈലിയും ആധുനിക ഓഫീസ് ജോലി എന്നിവ ശാരീരിക നിഷ്ക്രിയത്വത്തിന് ഗണ്യമായ സംഭാവന നൽകുന്നുണ്ട്. മൊബൈൽ ഫോൺ വഴി വേണ്ട ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ ലഭിക്കുമെന്നത് ഈ മടി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാണ്. ഉദാസീനമായ ജീവിതശൈലിയും മോശം ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട അസ്ഥിരോഗ പ്രശ്നങ്ങളുള്ള രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഒരു മാസത്തിൽ ഇത്തരം രോഗികളുടെ എണ്ണം 15-നും 25-നും ഇടയിലായിരിക്കും. ഈ അവസ്ഥകൾ വ്യാപകമാകുന്നുവെന്നും വർദ്ധിച്ചു വരുന്നുവെന്നുമാണ് ഈ സംഖ്യ സൂചിപ്പിക്കുന്നത് എന്നും ഡോക്ടർമാർ പറയുന്നു. കായികാധ്വാനമില്ലായ്മ വിവിധ രോഗങ്ങളിലേക്ക് നയിക്കും. ഉദാസീനമായ ജീവിതശൈലി സ്തന വൻകുടൽ ക്യാൻസറുകൾക്ക് നേരിട്ടോ അല്ലാതെയോ കാരണമാകുന്നുണ്ട്. അപര്യാപ്തമായ വ്യായാമം മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. അനാരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതും ഉത്കണ്ഠയും വിഷാദവും അനുഭവിക്കുന്നതും തമ്മിൽ പരസ്പര ബന്ധമുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഹൃദ്രോഗം, ക്യാൻസർ, ടൈപ്പ് 2 പ്രമേഹം, ഡിമെൻഷ്യ എന്നിവ പിടിപെടാനും ഈ സ്വഭാവം കാരണമാകുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. സ്ത്രീകളിലും യുവജനങ്ങളിലുമാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് വ്യായാമമില്ലായ്മ കൂടുതൽ ആഘാതം സൃഷ്ടിക്കുന്നത്. വീട്ടുജോലികൾ കാര്യമായ ശാരീരിക പ്രവർത്തനമാണെന്ന് പലരും വിശ്വസിക്കുന്നു. ഇതൊരു തെറ്റിദ്ധാരണയാണെന്നാണ് ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. രോഗാവസ്ഥ ഒഴിവാക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയായവർ ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റ് വരെ വ്യായാമങ്ങളിൽ ഏർപ്പെടണം. ബുദ്ധിമുട്ടേറിയ വ്യായാമ മുറകൾ 75 മിനിറ്റ് വരെ ചെയ്യണമെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരുന്നു. ഉയർന്ന വരുമാനമുള്ള ഏഷ്യ പസഫിക് മേഖലയിലും ദക്ഷിണേന്ത്യയിലുമാണ് ശാരീരികാധ്വാനം ഏറ്റവും കുറവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. എന്നാൽ പാശ്ചാത്യ മേഖലയിൽ ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ ഇത് 28%-വും ഓഷ്യാനയിൽ 14%-വുമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആഗോളതലത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ശാരീരികാധ്വാനം സ്ത്രീകളിൽ കുറവാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പുരുഷന്മാരിൽ ഇത് 29%-ആണെങ്കിൽ സ്ത്രീകളിൽ 34%-ആണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ചില രാജ്യങ്ങളിൽ ഈ വ്യത്യാസം ഏകദേശം 20% വരെയാകാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലും കായികാധ്വാനം വളരെ കുറവാണ്. പ്രായമായവരിൽ ശാരീരികാധ്വാനമുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ഈ പുതിയ കണ്ടെത്തലുകൾ ക്യാൻസറും ഹൃദ്രോഗ സാധ്യതയും കുറയ്ക്കാനും ശാരീരിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ മാനസികാരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്താനുമുള്ള ഒരു അവസരമായി കാണണമെന്നും WHO ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അഥാനം പറഞ്ഞു. വാർത്തയുടെ നിറം തേടി തനി നിറം.